ഈ വിഷയത്തിനുള്ളൊരു പ്രത്യേകത നമ്മുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുകയും നിർവചിക്കുകയും ചെയ്യുന്ന ഒന്നായിട്ട് മുമ്പേ തന്നെ അത് പ്രവർത്തിച്ചു പോരുന്നുണ്ട്. ഇപ്പം അത് സത്യത്തിൽ മർദ്ദകമായൊരു മാനം കൈവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബഹുസ്വരത ഏകസ്വരത എന്നുള്ളതിനെ എല്ലാ സന്ദർഭത്തിലും പരസ്പരം വർജിക്കുന്ന വിപരീതങ്ങളായി കാണാൻ കഴിയില്ല. അതേസമയം മർദ്ദകമായി തീരുന്ന എന്തും ഏതും ചെറുത്തു തോൽപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാട് അത്യന്തം അനിവാര്യമാണ്. പ്രത്യേകിച്ചും 2025 ഒരു നവഫാസിസ്റ്റ് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ പ്രഭാഷണങ്ങൾ കൊണ്ടോ പ്രബന്ധങ്ങൾ കൊണ്ടോ പ്രതിരോധിക്കാനാവാത്ത എത്രമേൽ ആശയപ്രചാരണം ജനായത്വം അതിൻ്റെ നേതൃത്വത്തിൽ നിർവഹിച്ചാലും അതിനെയൊക്കെ നിർവീര്യമാക്കാൻ കഴിയുന്ന സാമാന്യബോധത്തിൻ്റെ വലിയൊരു ലോകം. ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ സംസാരിക്കുമ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും നമ്മുടെ സംഭാഷണത്തെ പോലും നമ്മുടെ ആശയപ്രചാരണത്തെ പോലും ഒരു നിശ്ചിത അതിർത്തിക്കകത്ത് ഒതുക്കുന്ന അദൃശ്യമായ ഒരു മർദ്ദക സംവിധാനം. അതായത് സാമാന്യബോധം എന്ന് പറയുന്നത് യൂറോപ്യൻ പശ്ചാത്തലത്തിൽ ഗ്രാംഷിയെല്ലാം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗ്രാംഷി അതിനെ തത്വചിന്തകരല്ലാത്തവരുടെ തത്വചിന്ത, ഫിലോസഫി ഓഫ് നോൺ ഫിലോസഫേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. അത് വ്യക്തമാക്കുന്നത് സകലമാന മനുഷ്യർ എത്ര ജാഗ്രത പുലർത്തിയാലും ഈ സാമാന്യബോധത്തിൻ്റെ ഒരു തടവറയിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയില്ല. കഴിയാത്തതിൻ്റെ കാരണം ഇങ്ങനൊരു തടവറയിലാണ് തങ്ങളെന്ന് ആദ്യം തിരിച്ചറിയണമല്ലോ, എന്നാലല്ലേ അത് തകർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തടവറ തന്നെ ഒരു സുഖവാസ കേന്ദ്രമായി തീരുന്ന ഒരവസ്ഥ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം വിശകലനം ചെയ്താൽ അവിടെ 2 കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും ടിക്കറ്റ് പരിശോധകന് തോന്നുകയാണ് ലോഹയിട്ട 2 സ്ത്രീകളെ കാണുമ്പോൾ അയാൾക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടാവുകയാണ്, വെളിപാടുണ്ടാവുകയാണ്. അവരുടെ കൂടെയുള്ളവരെ കടത്തിക്കൊണ്ടു പോവുകയായിരിക്കും, മതപരിവർത്തനമായിരിക്കും എന്ന് തോന്നുകയാണ്. ഇവിടെ 2 പ്രശ്നമുണ്ട്. ഒന്ന്, മതപരിവർത്തനമാണ് എന്ന് തോന്നുമ്പോഴേക്കും ആ ടി വിളിച്ചത് പോലീസിനെ അല്ല, നിയമപാലകരെ അല്ല, ബജ്രംഗൽ എന്ന ഫാസിസ്റ്റ് ഗുണ്ടാ സംഘത്തെയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഒരു വസ്തുവിന് അതിൻ്റെ പേരിൽ തന്നെ വിളിക്കാനുള്ള ഒരു വൈമനസ്യമാണ്. ഗാന്ധിയെ കൊന്നത് ഏതോ ഒരു ഗോഡ്സെ അല്ല ഗാന്ധിയെ കൊന്നത് എന്ന് അമർത്തി പറയാനുള്ള. അതുകൊണ്ടാണ് 1984 രൂപപ്പെട്ട ബജ്രംഗ് ദൾ. അതെന്ത് പശ്ചാത്തലത്തിൽ ഏത് ദൗത്യം നിർവഹിക്കാനാണ് രൂപപ്പെട്ടത് എന്ന് പഠിക്കുമ്പോൾ അതിനെ ഒരു നവഫാസിസ്റ്റ് ഗുണ്ടാ സംഘം, ഇത് എൻ്റെ ഒരു പരികല്പനയൊന്നുമല്ല, വില്യം ഷിറർ ഫാസിസ്റ്റ് സേനയെ യൂണിഫോംഡ് റൗഡീസ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ സൂചിപ്പിക്കുന്നത് വിവരം അറിയിക്കുന്നത് പോലീസിനല്ല, ബജ്രംഗളിനെയാണ്. പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ബജ്രംഗളാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കി നിസ്സഹായരായ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മനുഷ്യരുടെ നേരെ നടത്തിയ കടന്നാക്രമണങ്ങൾ, ഇതെല്ലാം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനോടുള്ള പ്രതികരണം എന്താണ്? ആ പ്രതികരണം മതപരിവർത്തനം. എല്ലാ പരിവർത്തനത്തെ പിന്തുണയ്ക്കുന്നവരും മതപരിവർത്തനം എന്നതിൻ്റെ മുമ്പിലെത്തുമ്പോൾ സ്തംഭിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണത്? അവിടെയാണ് നമ്മുടെ ബഹുസ്വരത നമുക്ക് സൗകര്യത്തിന് ശിരസിലണിയാനുള്ളൊരു കിരീടമാണ്. നമുക്ക് സൗകര്യത്തിന് ചവിട്ടാതിരിക്കാൻ കാലിൽ അണിയാനുള്ളൊരു പാദരക്ഷയാണ്. അതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തെ ഉഴുതുമറിക്കുന്ന, നമ്മളെ തന്നെ പുനർനിർമ്മിക്കുന്ന ഒരു അധികാര വ്യവസ്ഥയുടെ അകത്ത് നിന്ന്
അതിനപ്പുറത്തുള്ളൊരു ബദൽ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന്റെ നേതൃത്വമായി നാം തന്നെ മാറുന്ന, നാം നമ്മളെ തന്നെ മാറ്റുന്ന, സ്വയം നടത്തേണ്ട നിരന്തരമായ ഒരു മൽപിടുത്തത്തിൽ അതിന് അവധി കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു ബഹുസ്വരതയെ കുറിച്ചും സംസാരിച്ചിട്ടും പ്രബന്ധം എഴുതിയിട്ടും വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മതപരിവർത്തന വിരുദ്ധ ബില്ല് നിലനിൽക്കുന്നത്, ആ ജനായത്ത വിരുദ്ധ ബില്ല് നിലനിൽക്കുന്നത് നിയമവ്യവസ്ഥയുടെ, സർക്കാരിന്റെ നിയമവ്യവസ്ഥയുടെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല, അതിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന ഒരു മനസ്സ് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് ജാതി മേൽക്കോയ്മ നിർമ്മിതിയാണ്. എന്തുകൊണ്ടെന്നാൽ ജാതി മേൽക്കോയ്മക്ക് തിരസ്കരിക്കാനല്ലാതെ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. അതൊരു മൂല്യ വ്യവസ്ഥയല്ല, അതൊരു അധികാര വ്യവസ്ഥയാണ്. ലോകത്തിലുള്ള എല്ലാ മതങ്ങളെ കുറിച്ച് വ്യത്യസ്ത തലങ്ങളിൽ വിമർശനമുള്ള ഒരു മാർക്സിസ്റ്റ് എന്ന നിലയിൽ എല്ലാ വിമർശനത്തിന്റെയും ഉപക്രമം മതവിമർശനമാണെന്ന് കരുതുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് ഞാൻ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിലെ എല്ലാ മതങ്ങളിലും മഹത്തായ മൂല്യങ്ങളുണ്ട്, അസംബന്ധങ്ങളും. എന്നാൽ ജാതി മേൽക്കോയ്മ വ്യവസ്ഥ എന്ന് പറയുന്നത് അസംബന്ധമല്ല, അസംബന്ധത്തെയൊക്കെ അപ്രസക്തമാക്കുന്ന, എല്ലാ വൈവിധ്യങ്ങളെയും കൃത്രിമമായ ഏകത്വത്തിലേക്ക് വെട്ടിച്ചുരുക്കുന്ന ഒരു അധികാര ശക്തിയാണ്, മേൽക്കോയ്മ ശക്തിയാണ്. അധികാരം എന്ന വാക്കിനേക്കാൾ മേൽക്കോയ്മയാണ്. വേണ്ടടുത്ത് ചവിട്ടും, അല്ലാത്തടത്ത് കാല് കഴുകി കൊടുക്കും, രണ്ടും ചെയ്യും. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ജാതി മേൽക്കോയ്മ സൃഷ്ടിച്ചിട്ടുള്ള ആ ജാതി മേൽക്കോയ്മയുടെ ആശയമാണ് സത്യത്തിൽ മതപരിവർത്തന വിരുദ്ധ കാഴ്ചപ്പാടായിട്ട് വരുന്നത്. ബഹുസ്വരതയെ അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ വിവിധ മതത്തിൽപ്പെട്ടവരും ഒരു മതത്തിൽ പെടാത്തവരും ഒന്നിച്ച് ജീവിക്കുന്നതിനെ സ്വാഗതം ചെയ്യാൻ കഴിയുന്ന ഒരു വിനയ വിസ്തൃത മാനസികാവസ്ഥ ഉണ്ടാവണം. അതില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ ജനായത്തവാദികളും സ്തംഭിച്ചു പോകുന്ന ഒരു സന്ദർഭമാണ് സ്വന്തം വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു മതപരിവർത്തന സംഭവം. മതപരിവർത്തനം എന്ന് പറയുന്നതിൽ ഒരു മതത്തിൽ നിന്ന് മറ്റു മതത്തിലേക്കുള്ള പരിവർത്തനം മാത്രമല്ല, മതത്തിൽ നിന്ന് തന്നെയുള്ള പരിവർത്തനം. അതായത് ഇസ്ലാം മതം വിട്ട് ക്രിസ്തു മതം വിട്ട് ഹിന്ദുമതം സ്വീകരിക്കുന്നത് പോലെ എല്ലാ മതങ്ങളും വിട്ട് മതരഹിതമായ ഒരവസ്ഥയിലേക്ക് കടക്കുന്നതും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് സാമാന്യ ബോധമാണ്. വൈവിധ്യങ്ങളെ വെട്ടി, വൈവിധ്യങ്ങളെ വിരോധങ്ങളാക്കി, വൈവിധ്യങ്ങളെ കൃത്രിമ ഏകത്വത്തിലേക്ക് ചുരുക്കി, നമ്മുടെ ജീവിതത്തിന്റെ സാധ്യതകളുടെ വാതിലുകൾ മുഴുവൻ അടച്ച് കുറ്റിയിട്ട് ജീവിതത്തെ വീർപ്പുമുട്ടിക്കുന്ന ഒരു അവസ്ഥയാക്കി രൂപാന്തരപ്പെടുത്തി. എന്നാൽ ആ വീർപ്പുമുട്ടൽ പോലും സ്വയം തിരിച്ചറിയാനാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ തള്ളിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമതായി മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് ബഹുസ്വരത നേരിടുന്ന, ഇന്ത്യൻ ബഹുസ്വരത നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇന്ത്യൻ സാമാന്യ ബോധമാണ്. ജാതി മേൽക്കോയ്മയിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ സാമാന്യ ബോധമാണ് നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. മതപരിവർത്തനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ആരാണ്? ഒരു സംശയവും വേണ്ട, ജാതി മേൽക്കോയ്മയാണ്. ഭരണകൂട മാധ്യമങ്ങളിലൂടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ, ബന്ധമാതൃകൾ, ഭാഷ, എല്ലാറ്റിലും നമ്മൾ അറിയാതെ മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സവർണ മൂല്യങ്ങൾ, ആ മൂല്യങ്ങളാണ് ശ്രേഷ്ഠം. സവർണ മൂല്യങ്ങളുടെ മുമ്പിൽ ഒരു ജനസമൂഹത്തെ കൊണ്ട് സാഷ്ടാംഗം പ്രണമിപ്പിക്കാൻ ബലം പ്രയോഗിച്ചിട്ടല്ല, ആവശ്യമായാൽ ബലവും പ്രയോഗിക്കൂ. ഇതാണ് മികച്ചത്, ഇതാണ് മുഖ്യധാര. എത്ര കാലമായി നമ്മുടെ സാംസ്കാരിക സംവാദത്തിലൊക്കെ മുഖ്യധാര എന്നൊരു പരികല്പന ഒരു പരിക്കും കൂടാതെ നമ്മൾ തന്നെ, ജനായത്തവാദികൾ തന്നെ സുരക്ഷിതമായി നിലനിർത്തിപ്പോരുന്നത്. അങ്ങനെ ഒരു ധാരയുള്ളൂ. നമ്മൾ ഈ പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ ബഹുമാനപ്പെട്ടതെന്നൊക്കെ പറയും, മൾട്ടി ഡയമെൻഷനൽ, ബഹുമാനം എന്ന് നമ്മൾ പറയും. കാര്യത്തോടടുക്കുമ്പോൾ ഒറ്റ മാനം, ഒരു ഭൂമി പൂജ,
റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ബ്രാഹ്മണ പുരോഹിതന്മാരുടെ മന്ത്രോച്ചാരണം. ഇവിടെ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാരുണ്ട്, വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരുണ്ട്, ഒരു മതത്തിലും പെടാത്തവരുണ്ട്. സ്റ്റേറ്റ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളിലും ഈ പറഞ്ഞ എല്ലാവരുടെയും പ്രാതിനിധ്യം ഉറപ്പ് വരുത്തണ്ടേ? അതല്ലേ ജനായത്വം? അതിന് പകരം ഒരൊറ്റ ആചാരം മാത്രം, ഒരൊറ്റ അനുഷ്ഠാനം മാത്രം. അതുപോലെ തന്നെ ഉത്സവങ്ങൾക്ക്, ആഘോഷങ്ങൾക്ക് ദേശീയ പദവി നൽകുമ്പോൾ ഈ ദേശത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ചെറുതും വലുതുമായ സമസ്ത ഉത്സവങ്ങൾക്കും ദേശീയ പദവി നൽകണ്ടേ? നൽകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ പലതരത്തിലുള്ള ദേശീയതകളുണ്ട്. അതാണ് ഞാൻ അടുത്ത് സംക്ഷിപ്തമായിട്ട് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന് ഇവിടെ ടിപിക്കോ സൂചിപ്പിക്കാൻ ശ്രമിച്ചു, ഇന്ത്യ എന്ന ആശയം രൂപപ്പെട്ടു വരുന്നത്. ആ ആശയം രൂപപ്പെട്ടു വന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സാംസ്കാരികവും രാഷ്ട്രീയവും കലാസാഹിത്യപരവും പ്രധാനമായും 3 തലത്തിലുള്ള. അതിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണ്. എന്നാൽ സാമ്രാജ്യത്വ വിരുദ്ധ സമരം മാത്രമല്ല, ജാതി മേൽക്കോയ്മക്കെതിരെ നടന്ന വലിയ സമരങ്ങളുണ്ട്. ഇന്ത്യ പാക് വിഭജനത്തെക്കുറിച്ച് ഏറ്റവും കൗതുകരമായി എനിക്ക് തോന്നിയ നിരീക്ഷണം, അതേക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഉർവശി ഭൂട്ടാലിയയുടെ ദ അതർ സൈഡ് ഓഫ് സൈലൻസ്, മൗനത്തിന്റെ മറുപുറം എന്ന പുസ്തകത്തിൽ അവർ നടത്തുന്ന ഒരു നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണത്തിലെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, അവർ പറഞ്ഞു ഇന്ത്യ പാക് വിഭജനം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമ്മ പറഞ്ഞു കേട്ട ഒരു കഥയാണ്. എന്നാൽ 1984 അതവർക്ക് കഥയല്ല, അമ്മ പറഞ്ഞു കേട്ട കഥയല്ല. കാരണം 84 സിഖ് വംശഹത്യയുടെ സവിശേഷമായ പശ്ചാത്തലത്തിൽ അവർ പുനർനിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നുണ്ട്, നമ്മൾ അവർക്ക് കൈ കൊടുത്തിരുന്നു എങ്കിൽ, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിരുന്നു എങ്കിൽ, ഒരു കപ്പിൽ നിന്ന് ചായ കുടിച്ചിരുന്നു എങ്കിൽ വിഭജനം ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും വൈകാരികമായ മനുഷ്യബന്ധത്തിന്റെ ഒരു ലോകമാണ്. രാഷ്ട്രം വിഭജിച്ചായിട്ട് കൊടുത്താലും ഞങ്ങൾ പോകുന്നില്ല എന്ന് ജനത പറയുന്ന. ഉറൂബിന്റെ വെളുത്ത കുട്ടിയിൽ അത്തരൊരു സന്ദർഭമുണ്ട്. ചെകുത്താൻ ഒരു മനുഷ്യക്കുട്ടിയായിട്ട് ആ അമ്മ പോവാൻ പറയുമ്പോൾ, ഇനി എനിക്ക് പോണ്ട, അമ്മയുടെ മകനായിട്ട് ഈ ഏട്ടൻ്റെ അനിയനായിട്ട് ഇവിടെ കഴിഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതതിൻ്റെ ഒരു വൈകാരികതയാണ്. ആ വൈകാരികത രൂപപ്പെട്ടു വരുന്ന ഒരു പശ്ചാത്തലം ദേശീയതയ്ക്ക് ഉണ്ടാവണം. എല്ലാവരുടെയും ഒരുമയെക്കുറിച്ചുള്ള ഒന്ന്, എല്ലാ വൈവിധ്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ മർദ്ദകമല്ലാത്ത ഒരു ഏകീകരണം, ഒരൈക്യം രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. അതിന് സഹായകമായിരുന്നു നമ്മുടെ നാട്ടിൽ നടന്ന നിരവധിയായ സാംസ്കാരിക സമരങ്ങൾ. അതിൽ ഭക്തി പ്രസ്ഥാനപ്പെടും, നവോത്ഥാന പ്രസ്ഥാനപ്പെടും, ഇതെല്ലാം ഉണ്ട്. വ്യക്തികൾ നടത്തിയ പലതരം അന്വേഷണങ്ങളുണ്ടാവും. രാഷ്ട്രീയ സമരത്തിൽ ഏറ്റവും പ്രധാനം ജാതി മേൽക്കോയ്മക്കെതിരെ, അതായത് ആഭ്യന്തര കൊളോണിയലിസത്തിനെതിരെ നടന്ന സമരം. 2 ബ്രിട്ടീഷ് വിരുദ്ധ സമരം, കൊളോണിയലിസത്തിനെതിരെ നടന്ന സമരം. ഈ 2 സമരങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന, എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു പിളർപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യാത്മകമായി സമന്വയിക്കപ്പെടുകയുണ്ടായില്ല എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും തീവ്രമായ ദേശീയതയായി പരിഗണിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സവർണ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാമാണ് അതിന് ഊർജ്ജം പകരാൻ ഉപയോഗിക്കപ്പെട്ടുള്ളതെന്ന് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ സമരം, അതോടൊപ്പം തന്നെ ഭക്തി പ്രസ്ഥാനവും നവോത്ഥാന പ്രസ്ഥാനവും അടക്കമുള്ള സാംസ്കാരിക സമരം, കലാസാഹിത്യം, അതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന നാനാതരത്തിലുള്ള ഇടപെടൽ, ഇതെല്ലാം കൂടിച്ചേർന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലൂടെ ഒരു ഇന്ത്യൻ യൂണിയൻ രൂപപ്പെടുമ്പോഴും ഈ രാജ്യത്തിന്റെ അകത്ത് 2 രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നുണ്ട് സമാന്തരമായിട്ട്. ഒന്ന് ഒരു ബഹിഷ്കൃത രാഷ്ട്രം, മറ്റൊന്നൊരു പുരസ്കൃത രാഷ്ട്രം. ഈ ബഹിഷ്കൃത രാഷ്ട്രത്തിൽ, അതും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ് ഈ പുരസ്കൃത രാഷ്ട്രം. അത് വളരെ മുമ്പ് തന്നെ, 1947-ലല്ല, അതിനൊക്കെ എത്രയോ മുമ്പ് നമ്മുടെ രാഷ്ട്രം പൂർണ്ണമായും അതിന്റെ രൂപീകരണ പ്രക്രിയയുടെ ഉയർന്ന ഘട്ടത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ പോലും മ്ലേച്ഛസ്ഥാൻ എന്നും ആര്യസ്ഥാൻ എന്നും സാംസ്കാരികമായി വിഭജിക്കപ്പെട്ടിരുന്നു.
ആ മ്ലേച്ഛസ്ഥാനിലെ മനുഷ്യർ ആധുനിക ജനായത്ത പ്രക്രിയയിലേക്ക് കടന്നു വന്നിട്ടും ഔപചാരികമായി പ്രജകളുടെ അവസ്ഥ വിട്ട് പൗരനായി തീർന്നിട്ടും അവരുടെ ജീവിതത്തിൽ ദൃശ്യവും അദൃശ്യവുമായ നിരവധി വിവേചനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 4 തരത്തിലുള്ള ദേശീയ പരികൽപ്പനകൾ സംക്ഷിപ്തമായി നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, സാമ്രാജ്യത്വ വിരുദ്ധ സമരഘട്ടത്തിൽ മഹാത്മാഗാന്ധിയൊക്കെ വികസിപ്പിക്കാൻ ശ്രമിച്ച വ്യത്യസ്ത മതങ്ങളിലും ജാതികളിലും ഒക്കെ പെട്ട മനുഷ്യരെ ഐക്യപ്പെടുത്താൻ സഹായിക്കുന്ന കമ്മ്യൂണൽ നാഷണാലിസം എന്ന് പറയുന്ന സാമുദായിക ദേശീയത. ആ ദേശീയതയുടെ മെറ്റഫർ എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും അതിനുശേഷവും ഇപ്പോഴും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സർവമത പ്രാർത്ഥന. അതൊരു മെറ്റഫറാണ്. എന്നാൽ 2022 ഉത്തർപ്രദേശിലെ കാൺപൂരിലെ ഫോറസ്റ്റ് പബ്ലിക് ഇന്റർനാഷണൽ സ്കൂൾ അടച്ചുപൂട്ടിയത് സർവമത പ്രാർത്ഥനയുടെ പേരിലായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കണം. സർവമത പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ബഹുസ്വരതയുടെ ഒരു ഉപരിപ്ലവ രൂപമാണ്. ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. അത് അതിൻ്റെ ഒരു ഉപരിപ്ലവ രൂപമാണ്. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിലൂടെ വികസിച്ചു വന്ന സർവമത പ്രാർത്ഥന സാമ്രാജ്യത്വ വിരുദ്ധമായി ജനങ്ങളെ ഐക്യപ്പെടുത്താൻ കമ്മ്യൂണൽ നാഷണാലിസം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമായി വളർത്തിയെടുത്ത ആ സർവമത പ്രാർത്ഥനയെ പോലും സമ്മതിക്കാത്ത തരത്തിലേക്കുള്ള മർദ്ദകമായ ഒരു സങ്കുചിതത്വം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് കാണാതിരിക്കാൻ കഴിയില്ല. 2, സാമുദായിക ദേശീയത വളർത്തിയെടുക്കാൻ ശ്രമിച്ചത് നിങ്ങളുടെ ആചാരം, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഭക്ഷണ രീതി, ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ഭക്ഷണ രീതി, ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്, എങ്കിലും നമ്മൾ ഒന്നാണ്. ഇതാണ് സാമുദായിക ദേശീയത വളർത്തിയെടുക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അത് അപരവിദ്വേഷത്തിന്റെ മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ടി.പി. കോയി ഇവിടെ പറയുകയുണ്ടായി. ഇനി രണ്ടാമത്, സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന മറ്റൊരു ദേശീയ ഭാവന എന്ന് പറയുന്നത്, ആ ഭാവന വികസിപ്പിക്കുന്നതിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേതൃത്വപരമായി പങ്കുവഹിച്ചിട്ടുണ്ട്. സെക്കുലാർ നാഷണലിസം എന്ന് പറയുന്ന മതനിരപേക്ഷ ദേശീയതയാണ്. ആ ദേശീയത വിവിധ മതത്തിൽപ്പെട്ടവർ എന്നോ ആ മതത്തിൽപ്പെട്ടവരുടെ ഈ മതത്തിൽപ്പെട്ടവരുടെ ആ ആചാരം ഈ ആചാരം എന്ന മട്ടിലോ അല്ല, ഈ രാഷ്ട്രത്തിലെ പൗരൻ, അത്രയും പറഞ്ഞാൽ പോരാ, ഇവിടെ ജനിക്കുന്നതോടെ നമ്മൾ പൗരരായി തീരുന്നു. പൗരത്വം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ അവകാശമാണ്. ആ രാഷ്ട്രീയ അവകാശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രൂപപ്പെട്ടു വന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന നമ്മുടെ ഭരണഘടനയുടെ ഗംഭീരമായ ആമുഖവാക്യത്തിലേക്ക് അടുത്തു നിന്ന സെക്കുലാർ നാഷണാലിസം. മൂന്നാമത്തെ ദേശീയ ഭാവന എന്ന് പറയുന്നത് ജനാധിപത്യവാദികൾ, ഇടതുപക്ഷക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ ഒക്കെ വികസിപ്പിച്ച, അന്തോണിയോ ഗ്രാംഷിയൊക്കെ പറയുന്ന ജനകീയ ദേശീയത. ആ ജനകീയ ദേശീയത നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളാണ് എന്ന കേവലമായിട്ടുള്ള ഒരു പൗരാവകാശ പ്രഖ്യാപനത്തിന് പകരം നമ്മൾ ഇവിടുത്തെ ജനങ്ങളാവണമെങ്കിൽ നമ്മുടെ ജീവിത ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനൊപ്പം സാംസ്കാരിക സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും നേടിയെടുക്കേണ്ടതുണ്ട്. അത് ഉൾക്കൊള്ളുന്ന വളരെ വിപുലമായ സൂക്ഷ്മമായ നാഷണൽ പോപ്പുലർ എന്ന് വിളിക്കുന്ന ഒരു ജനകീയ ദേശീയത. ആ ജനകീയ ദേശീയതയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന, ഒന്നിനെയും ഒഴിച്ചു നിർത്താത്ത ഒന്നാണ്. എന്നാൽ ഈ 3 ദേശീയതയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് മുമ്പും ഇന്നും ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഇന്ത്യയിലെ നവഫാസിസ്റ്റുകളുടെ ഔദ്യോഗിക ദേശീയ സങ്കല്പമായി മാറിക്കഴിഞ്ഞിട്ടുള്ളത് ഹെജിമോണിക് നാഷണാലിസം എന്ന് പറയുന്ന മേൽക്കോയ്മ ദേശീയതയാണ്. ആ മേൽക്കോയ്മ ദേശീയതയാണ് ബഹുസ്വരതയുടെ രൂപീകരണ പ്രക്രിയ തന്നെ പൊളിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, പാർപ്പിടത്തിൽ, ബന്ധങ്ങളിൽ ഒക്കെ ബഹുസ്വരത തകർക്കുക എന്നുള്ളതിൽ അത് ഒതുങ്ങി നിൽക്കുന്നില്ല. ബഹുസ്വരത രൂപപ്പെടുന്ന
ഒരു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രക്രിയയുണ്ട്. ആ പ്രക്രിയക്ക് പരിക്കേൽപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മാത്രമല്ല, രാഷ്ട്രീയമായി നവഫാസിസത്തിന്റെ മേൽക്കോയ്മ തകർക്കപ്പെട്ടാലും ഈ അപകടം തുടരുമെന്നാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് ഒരു ചെറിയ വാചകം കൂടി ചേർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മോഡറേറ്റർ ഭാഷയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഭാഷയെക്കുറിച്ച് ഒരു ചർച്ചയിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഭാഷാ ക്രമപ്പെടുത്തലിൽ ഒരു ചാതുർവർണ്ണ വാർപ്പ് മാതൃക സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അത് പല സാംസ്കാരിക വിമർശകരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വിശകലനത്തിൽ NV കൃഷ്ണവാര്യരുടെ ഒരു വാക്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അത് സാമാന്യബോധത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. സാമാന്യബോധത്തിന്റെ ശക്തി സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത്. അത് എപ്രകാരം നവഫാസിസവുമായി ബന്ധപ്പെട്ടു എന്ന് അതിൽ നിന്നും വ്യക്തമാകും. അദ്ദേഹം ഓരോ ഭാഷയുടെയും എത്ര പ്രായമായി എന്ന് പറയുമ്പോൾ തമിഴ് പറയുന്നുണ്ട് ഏറെക്കുറെ ഒരു 3000 കൊല്ലമായി കാണും. മലയാളം പറയുന്നുണ്ട് 1000 കൊല്ലമായി. അപ്പോൾ സംസ്കൃതം പറയുന്നുണ്ട് എനിക്ക് പ്രായം പറയാൻ പറ്റില്ല, ഞാൻ എന്നും ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അനാദിയാണ് എന്ന് അദ്ദേഹം ഭാഷയെക്കുറിച്ചുള്ള അടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹം ജനായത്ത മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്ന നമ്മുടെയൊക്കെ അഭിമാനമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സാമാന്യ ബോധം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഇടപെടലുകൾ നമ്മൾ അറിയാതെ തന്നെ കയറി കൂടിയിട്ടുള്ള ഒന്നാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അതിനെതിരെയുള്ള, അതായത് ബഹുസ്വരത നിഷേധിയായ ആശയങ്ങളുടെ ഇന്ത്യൻ സ്രോതസ്സായ ജാതി മേൽക്കോയ്മയെ ജനകീയവും സ്വാഭാവികവുമായി ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ കോമൺ സെൻസിനെതിരെ അടിയിൽ നിന്ന് ഒരു സമരം ഉയർന്നു വരാതെ മുകളിൽ വെച്ച് നടത്തുന്ന ചില ക്രമീകരണങ്ങൾ കൊണ്ട് ഏകസ്വരത ബഹുസ്വരത ഡൈക്കോട്ടമി പരിഹരിക്കാനാവില്ല.